ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു ഗൈസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫുൾ പവർ പാക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ കുറേ ഒരു ഗ്യാപ്പ്, ആക്ച്വലി ഈ ഒരു മന്തിൽ ഞാൻ ആകെ 4-5 വീഡിയോസ് കഷ്ടിച്ചാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് പോകണം. സോ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എവിടെ നിന്നാണ് എനിക്ക് ഈ കണ്ട കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ കൊട്ടയിൽ കോരി കിട്ടുന്നതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹിപ്നോട്ടിസം വർക്ക്ഷോപ്പും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ നിറയെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നിനക്ക് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നീ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ആളുകളെ ഫേസ് ചെയ്യുന്നത് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. ഹൗ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ്. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണം, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം, ലൈഫിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാനായിട്ട് പറ്റും എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ആക്ച്വലി യു നോ വൺ തിങ്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂ ഉള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര ഒരു പേടിത്തൊണ്ടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുറത്തിങ്ങനെ കുറേ ജാടയൊക്കെ ഇട്ട് ഞാൻ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഞാൻ ഭയങ്കര പെട്ടെന്ന് പാനിക്കാവുന്ന ഒരാളായിരുന്നു. ഐ മീൻ നമ്മളിങ്ങനെ സ്പോർട്സിന് ഓടാനൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ നേരെ ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ ഫസ്റ്റ് വരും, എനിക്ക് ഓടാൻ പറ്റും, അതൊക്കെ ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ട്രാക്കിൽ കയറി ഓൺ യുവർ മാർക്ക് സ്റ്റാർട്ട് ആ വിസിൽ വരുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ശിങ്കാരിമേളം എന്താ പറയുക മറ്റേ പഞ്ചാംഗമൊക്കെ ഒരുമിച്ച് കൊട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അത്രയും ടപ്പ് എന്നായിരിക്കും എൻ്റെ ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് അതേപോലെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര പാനിക് ആവുമായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, ഞാൻ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം ഓടുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതേപോലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കയറുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ടപ്പ് ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ അതങ്ങോട്ട് ശീലാവാറാണ് പതിവ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ച് ബാക്കായിട്ട് നിൽക്കാറില്ല. മാത്രമല്ല നമുക്ക് ചുറ്റോടും ക്ലാസ്സിലും ഒക്കെയുള്ള ഒരു ഇമേജ് ഉണ്ട്, പെൺകുട്ടിയല്ല ഓള് പുലിക്കുട്ടിയാണ്, ബോൾഡാണ്. എൻ്റെ ഉപ്പ അങ്ങനെയൊക്കെ പറയാം, ഓള് ഉപ്പാടെ പെൺകുട്ടിയല്ല, ഓള് പുലിക്കുട്ടിയാണ്, ഉപ്പാടെ പുലിക്കുട്ടിയാണ്, ഭയങ്കര ബോൾഡാണ്, സ്ട്രോങ് ആണെന്നൊക്കെ പറയാം. സംഭവം സ്ട്രോങ്ങും ബോൾഡും ആക്റ്റീവും ഒക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം, ഈ ഒരു ഫിയർ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ട് വരുന്ന സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നെക്സ്റ്റ് ടൈം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന ടൈമിലായിരുന്നു. MVDനെ നമ്മൾ കണ്ട് അന്നത്തെ ദിവസം തന്നെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ ഇത് പറയുന്നത്, പുറകിൽ നിന്നിട്ട് ഇങ്ങനെ പറയണം, ഞാൻ കാല് കുത്തുമെന്ന് എനിക്ക് പേടിയാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് 8 എടുക്കുന്നത് വരെ ആ ഒരു ടെസ്റ്റിൻ്റെ ടൈം അന്ന് വരെ ഞാൻ കംപ്ലീറ്റ്ലി ഒരു കുഴപ്പമില്ലാണ്ട് കാല് കുത്താതെ 8 എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ അന്ന് ഒരു വളവ് തിരിഞ്ഞ് ഞാൻ MVDനെ നോക്കിയപ്പോൾ ഞാൻ അറിയാതെ കാല് കുത്തിപ്പോയി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ ഫെയിലായി. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങി ബാഗിലിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ സ്ട്രെസ്സ് കാരണം കൊണ്ട് ഞാൻ ആ ഡാർക്ക് ചോക്ലേറ്റ് തിന്നാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത്രയും പാനിക്കായിരുന്നു. ബട്ട് ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തിയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് എൻ്റെ ഉള്ളിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് എടുക്കാം. പാനിക്കാണ്, അറ്റ് ദ സെയിം ടൈം കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റേജ് ഫിയറിനെ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നതെന്ന് വെച്ചാൽ, ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഒരു ഫിയർ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും ഫിയർ ഉണ്ടാവാറുണ്ട്. ക്രൗഡിനെ കാണുമ്പോൾ എനിക്ക് പേടിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ സ്ട്രേഞ്ചേഴ്സിന് ഇത് പെട്ടെന്ന് കയറി ഹെഡ് ചെയ്യാനായിട്ട് എനിക്ക് പേടിയാവും. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് എനിക്ക് ആ പേടി ഉണ്ടാവാറുള്ളൂ. ഒരു പേടിയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 60 സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ. ഒരു 60 സെക്കൻഡ്, 1 മിനിറ്റ് പേടിക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ലൈഫിനെ കോംപ്രമൈസ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ഡ്രീംസിനെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ക്യാമറ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വ്ളോഗ് കൊണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ കൊണ്ട് വരുന്ന സമയത്ത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്ന് ആദ്യത്തെ തവണ ഞാൻ പറയുമ്പം ഒട്ടുമിക്ക ടൈമിൽ ഞാൻ ആ സാധനം കട്ട് ചെയ്യും. അല്ലെങ്കിൽ സലാം പറഞ്ഞു തുടങ്ങും, ഒട്ടുമിക്ക സമയത്ത് ഞാൻ അത് കട്ട് ചെയ്യേണ്ടി വരും. കാരണം 0 കോൺഫിഡൻസിലായിരിക്കും ഞാൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ടാവുക. അത് ഞാൻ 1-2 ട്രയൽ പോയി കഴിഞ്ഞിട്ടാണ് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഇങ്ങനെ നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ പേടിയാവുന്നത് നോർമലാണ്, അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവുന്നത് ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ. ഷൈ ഉണ്ടാവുന്നത് ഓക്കെയാണ്, എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തും ലൈക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഒരു 8-10 ആൾക്കാർ ഇങ്ങനെ നമ്മളേക്കാൾ ഏജുള്ള, അല്ലെങ്കിൽ പല കരിയർ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആവാം, എഞ്ചിനീയേഴ്സ് ആവാം, അങ്ങനെ പല ആൾക്കാരും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പോലീസ് ഓഫീസേഴ്സൊക്കെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ ഇങ്ങനെ നിന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മുട്ട് വരയ്ക്കും. ബട്ട് ആ ഒരു ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഒന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. അപ്പോൾ ഈ കുറച്ച് നേരത്തെ ഒരു ഫിയറിൻ്റെ ബേസിൽ നമ്മളുടെ അത് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ട്, നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അറിയാം, വി ആർ കേപ്പബിൾ എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇതെല്ലാം ഉണ്ടായിട്ട്
നമ്മളൊരു ഫ്യൂ സെക്കൻഡ് ഫിയറിനെ ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ട് മാറ്റി വയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, നമ്മുടെ പേടി മാറ്റി വയ്ക്കാം. ഇതിൽ നിങ്ങൾക്ക് ജേർണൽ എഴുതാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് സീരിയസ്ലി നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂല, ആൾക്കാരോട് സംസാരിക്കാനായിട്ട് പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ കംഫർട്ട് സോണിലാണെങ്കിൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ജേർണൽ ടിപ്പാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഒരു ബുക്കും പേപ്പറും എടുക്കുക, 2 സൈഡ് മാർക്ക് ചെയ്യാം. ഒന്നാമത്തേത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ കണ്ണ് എനിക്കിഷ്ടമല്ല, എൻ്റെ മൂക്ക് എനിക്കിഷ്ടമല്ല, എൻ്റെ ചുണ്ട് എനിക്കിഷ്ടമല്ല, എൻ്റെ തലമുടി ഞാൻ ഓക്കെ അല്ല, എൻ്റെ ബോഡി ഫിറ്റ് അല്ല, ഞാൻ ഭയങ്കര ഹൈറ്റാണ്, അല്ലെങ്കിൽ ഞാൻ മെലിഞ്ഞിട്ടാണ്. ഇങ്ങനെ കുറേ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ എഴുതാം. ഇതിൽ നിങ്ങളുടേതായിട്ടുള്ള, അതായത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം കൊണ്ട് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ 2 കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ എഴുതാം. അതായത് ഇപ്പം നിങ്ങൾ ഭയങ്കര ടോളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല, ബിക്കോസ് നിങ്ങൾ അങ്ങനെയാണ്. ഒരാൾ പറയണം ഞാൻ ഭയങ്കര ഹൈറ്റ് ഉണ്ട്, ഞാൻ ഭയങ്കര വെയിറ്റ് ഉണ്ട്, ഞാൻ ട്രിമ്മാണ്, ഫിറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ജിമ്മനോ അല്ലെങ്കിൽ അയാളുടെ ഹെൽത്തിന് വേണ്ടി അയാൾ ഹാർഡ് വർക്ക് ചെയ്യാത്തടത്തോളം കാലം ദാറ്റ് ഈസ് ഗിഫ്റ്റഡ്. അപ്പോൾ അയാൾക്ക് ഒരിക്കലും നിങ്ങൾ ഷോർട്ടായി അല്ലെങ്കിൽ നിങ്ങൾ കുള്ളനായി നിങ്ങൾ വെയിറ്റ് ഉണ്ടായി നിങ്ങൾ ബോഡി ഷേപ്പ് ചെയ്യാനോ യാതൊരു റൈറ്റ്സും ഇല്ല. സോ ഒരാളുടെ ബ്യൂട്ടി അല്ലെങ്കിൽ അപ്പിയറൻസ് വെച്ചിട്ടൊന്നും നമുക്ക് അയാളുടെ കോൺഫിഡൻസ് ബിൽഡ് ആവില്ല. ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഞാൻ ഭയങ്കര ഫിറ്റാണ്, ഡ്രിമ്മാണ് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഹെൽത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലി വീക്ക് ആവുന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻസ് ഡൗൺ ആയി പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് കോൺഫിഡൻസ്. അത് കോൺഫിഡൻസ് അല്ല. നമ്മളൊരു മെറ്റീരിയൽ തെങ്ങിൻ്റെ മേലെ കൊടുത്തിട്ട് ഉണ്ടാവേണ്ടതല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ ഇത് ഇന്നർ ആണോ ഔട്ടർ ആണോ നോക്കുക. ഇപ്പം ഇത്തരത്തിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഇന്നറാണ്. നമ്മുടെ ഉള്ളിൽ തോന്നാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിലാണ് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ഞാൻ ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിലാണ് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ഈ ജാതി സാധനങ്ങളൊക്കെ. ആൻഡ് നിങ്ങൾക്ക് തോന്നാണ് ഓക്കെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ വളരെ മോശമാണ്, ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് വരും. അത് നിങ്ങളെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാനൊരു കാറിലാണ് ആ സ്ഥലത്ത് പോയി ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫൈൻ, എനിക്ക് കുറച്ചും കൂടെ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ കൂടെ കംഫർട്ടായിട്ടുള്ള ഒരാളുണ്ടായാൽ തന്നെ ഞാൻ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് സ്റ്റാർട്ടിങ് ഒരു 5 മിനിറ്റ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓക്കെ ആയിരിക്കും. ഇങ്ങനെ പലതരത്തിൽ നിങ്ങളെ ഓക്കെ ആക്കാനുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഫാക്ടേഴ്സ് എഴുതി വയ്ക്കുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളെ ഓക്കെ ആക്കാത്ത അല്ലെങ്കിൽ ഇൻബിൽട്ടായിട്ട് നിങ്ങൾക്കുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സ്, ചില ആൾക്കാർ ചിരിക്കില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ, നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല, ഏതോ ഒരാളുടെ മാനസിക രോഗത്തിന് നിങ്ങൾ വിക്ടിംസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ടാണ് മുഖം കണ്ടാലും മതി അല്ലെങ്കിൽ ചിരി കണ്ടാലും മതി, ഒട്ടും കൊള്ളൂല, അല്ലെങ്കിൽ പറയണം നീ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, ഭയങ്കര തടിച്ചിട്ടാണ്, നിന്നെ കാണാൻ കൊള്ളൂല, നീ അയാൾക്ക് സ്യൂട്ടല്ല, നീ ഇയാൾക്ക് സ്യൂട്ടല്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ഭയങ്കര തടിച്ചിട്ടാണ്, നിങ്ങളുടെ പാർട്ട്ണർ മെലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അയാളെങ്ങനെ നിങ്ങളെപ്പോലെ ഇരിക്കുക? ഡിഫറെൻ്റ് അല്ലേ, 2 വ്യക്തികളല്ലേ. അയാൾ മെലിഞ്ഞിട്ടോ തടിച്ചിട്ടോ കറുത്തിട്ടോ വെളുത്തിട്ടോ എങ്ങനെയോ ഇരുന്നോട്ടെ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ആൻഡ് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ക്യാരക്ടർ പുള്ളിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ, അത് മതി. നാട്ടുകാരുടെ കണ്ണിൽ നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആവേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയാൽ മതി. നേരെ തിരിച്ചും അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കാര്യം എല്ലായിടത്തും വർക്കിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു പ്രസൻറ്റേഷന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫിറ്റാണ്, നിങ്ങൾ ട്രിമ്മാണ്, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ ആ കോൺഫിഡൻസ് നിങ്ങളുടെ കണ്ണിൽ കാണണം. ആൻഡ് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, നോളജ് ഉണ്ടായിരിക്കണം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ്ലി ഫേസ് ചെയ്യണം. ഐ എം സോ സോറി ഗൈസ്, ഒരു കോൾ വന്നാണ്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഫീലിങ്സിനെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഫേസ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്തും നേടാനായിട്ട് പറ്റുള്ളൂ. നല്ല പബ്ലിക് സ്പീക്കേഴ്സ്, അവർ പബ്ലിക് സ്പീക്കർ ആയത് ആദ്യം സ്റ്റേജിൽ കയറി വിറച്ച് എന്നിട്ടൊക്കെയാണ്. എൻ്റെ അടുക്കുള്ള ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും ഇൻട്രോ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അട്ടർ ഫ്ലോപ്പ് വീഡിയോസ് ആയിരിക്കും. കാരണം അവരിങ്ങനെ പേടിച്ച് ഷൈ ആയി കൊഞ്ചി അല്ലെങ്കിൽ ക്യാമറ ഫിയർ കാരണം കൊണ്ട് അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു വീഡിയോസ് മേക്ക് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നിന്ന് നമ്മളിങ്ങനെ കോൺഫിഡൻ്റ് ആയി 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങളുടെ അടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളവിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലോട്ട് നമ്മൾ ക്യാമറ കാണുമ്പോൾ നിങ്ങൾ ഓഡിയൻസിനെ കാണുന്ന രീതിയിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് വർഷങ്ങളോളം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് വരുന്നത് കൊണ്ടാണ്. സോ നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിലും നിങ്ങളുടെ നോളജിലും നിങ്ങളുടെ പ്രൈഡിലും നിങ്ങളുടെ സെൽഫ് നിങ്ങൾ എന്താണെന്നുള്ള അവയർനെസ്സിലാണ് ഇരിക്കുന്നത്. കോൺഫിഡൻസ് നിങ്ങൾ പുറത്തുനിന്ന് സീക്ക് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ സെൽഫിൽ നിങ്ങൾ ഷൈൻ ചെയ്യുക. പിന്നെ ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്ത് വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടാവുകയെന്ന് ഞാൻ വിചാരിക്കണം. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്.
അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ റീച്ച് ആവില്ല. സോ എന്നോടുള്ള സ്നേഹം നിങ്ങൾ ലൈക്കായിട്ടോ കമൻ്റ് ആയിട്ടോ ഒക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.